ഹായ് ഫ്രണ്ട്സ്, ഇത് ഒരു 3 മാസം മുമ്പ് എയർ ലെയർ ചെയ്ത ഒരു അവോക്കാഡോൻ്റെ മരത്തിൽ നിന്ന് ഇതിനെ വേര് വന്നിട്ടുണ്ടോ എന്നുള്ള ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. ഇത് ഞാൻ എയർ ലെയർ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ അവോക്കാഡോ മരം എയർ ലെയർ ചെയ്താൽ വേര് വരില്ല എന്നും നിങ്ങൾ ആ വേര് വന്ന ഒരു വീഡിയോ നിങ്ങൾ ഇടുമോ എന്നൊക്കെ ഒരു കമൻറ്റ് വന്നിരുന്നു. ആ കമൻ്റ് ഇട്ട ആൾക്കാർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു ഈ വീഡിയോ. ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പായി തന്നെ ഞാൻ ഇതിൻ്റെ പോളിത്തീൻ കവറ്, മുകളിലുള്ള പോളിത്തീൻ കവർ നീക്കം ചെയ്ത് അതിൻ്റെ വേര് വന്ന ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. മറ്റല്ലാതെ കട്ട് ചെയ്യുന്നത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും അത് നിങ്ങൾ വേറെ എന്തോ ചെയ്തതാണെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഈ വീഡിയോയിൽ എത്ര തെളിഞ്ഞ് കാണുന്നതെന്നറിയില്ല. ശരിക്കും ഇത് നന്നായി വേര് പുറത്ത് വന്നിട്ടുണ്ട്. ഇതിനായി ഉപയോഗിച്ച പോട്ടി മിക്സ് ആണ് ഇതിനുള്ള പ്രത്യേക ചെയ്യാനുള്ളത്. അതായത് ഈ പോട്ടി മിക്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ വേരും വരില്ല, ആ ഭാഗം കരിഞ്ഞു പോവുകയും ചീഞ്ഞു പോകുകയും ചെയ്യും. ഈ പോട്ടി മിക്സിൽ ഉപയോഗിച്ചിട്ടുള്ളത് കൊക്കോപീറ്റ് 50% കൊക്കോപീറ്റും അതുപോലെ തന്നെ 50% മണ്ണിര കമ്പോസ്റ്റാണ് ഇതിൽ ഉപയോഗിച്ചത്. ഞാനത് ഉപയോഗിച്ച രീതി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് കൊക്കോപീറ്റ് ഒരു 4 ദിവസം തന്നെങ്കിലും വെള്ളത്തിലിട്ട് അതിലുള്ള കറ മുഴുവനായി നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഇത്രയും സക്സസ് ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി 4 ദിവസം ഈ കൊക്കോപീറ്റ് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇതിലുള്ള കറ മുഴുവനും നീക്കം നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം ഈ കൊക്കോപീറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതായത് നന്നായി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് നന്നായി തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഫംഗസ് പോലുള്ള മറ്റ് അതിനെ നിർവീര്യമാക്കാൻ കഴിയും. അതിനുശേഷം വെയിലത്തിട്ട് ഉണക്കിയ ഈ കൊക്കോപീറ്റിലേക്ക് മണ്ണിര കമ്പോസ്റ്റും കൂട്ടിച്ചേർത്ത് അതിലേതെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോൺ കൂടി ചേർത്തതിന് ശേഷമാണ് ഞാൻ ഇതിന് ഇതുപോലെ തയ്യാറാക്കിയെടുത്തത്. അതിനുശേഷം നന്നായിട്ട് വെള്ളം കുടഞ്ഞ്, അതായത് കൂടുതൽ വെള്ളം ആവരുത്, ഞെക്കി പിഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് വെള്ളം വരാത്ത രൂപത്തിൽ ആയിരിക്കണം. നനവുണ്ടാകുകയും വേണം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് വെള്ളം പിഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് വരാത്ത രൂപത്തിലുള്ള വെള്ളമേ ഇതിൽ പാടുള്ളൂ. അങ്ങനെ ചെയ്തെടുത്ത മിക്സ് നന്നായി ഇതുപോലെ കെട്ടിവെക്കുക. അങ്ങനെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വേരുകൾ 3 മാസമാകുമ്പോൾ ഇതുപോലെ വേരുകൾ വന്നു തുടങ്ങുമ്പോൾ മാത്രം കട്ട് ചെയ്തെടുത്ത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം തന്നെ നടാൻ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സും നല്ല രീതിയിൽ നീർവാർച്ചയുള്ള രീതിയിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കാവൂ. അതായത് 2 ഭാഗം ആറ്റുമണൽ, ഞാൻ ഉപയോഗിച്ച പോട്ടി മിക്സിൽ 2 ഭാഗം ആറ്റുമണൽ, 1 ഭാഗം ഗാർഡൻ സോയിൽ അതിൽ ചേർത്തിട്ടുള്ളത്. അങ്ങനെ ചേർത്തുണ്ടാക്കിയ ഇതിൽ കുറച്ച് പെർലറ്റും കൂടി ചേർക്കും. എന്നാൽ നീർവാർച്ചയും ഉണ്ടാവും, വായുസഞ്ചാരവും ഉണ്ടാവും ഈ പെർലറ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ. അങ്ങനത്തെ പോട്ടി മിക്സിൽ നട്ടതിന് ശേഷം, അതായത് ഗ്രോ ബാഗിൽ, ചെറിയ ഗ്രോ ബാഗാണ് ഉപയോഗിച്ചത്. അതായത് 10-8 ആ ഗ്രോ ബാഗാണ് ഞാനിതിൽ ഉപയോഗിച്ചത്. ആ ഗ്രോ ബാഗിൽ നട്ട് വെച്ച് അതിനുശേഷം നടുന്നതിന് മുമ്പ് ഇതിൽ കൂടുതലുള്ള കമ്പുകളും ഇലകളും നമ്മൾ നീക്കം ചെയ്യണം. അല്ലാത്ത പക്ഷം ഈ ബാഷ്പീകരണം കൂടുന്നതാണ്. ബാഷ്പീകരണം കൂടിക്കഴിഞ്ഞാൽ തണ്ട് ഉണങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ
നട്ട് വെച്ച ഗ്രോ ബാഗ് ഒരു പോളിത്തീൻ കവറിലേക്ക്, വലിയൊരു പോളിത്തീൻ ബാഗിലേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ മുകൾ ഭാഗം നന്നായി റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്യുക. അതായത് പുറത്തുള്ള വായു അകത്ത് വരാതെയും അകത്തെ വായു പുറത്ത് വരാതെയും ഇതിനെ റബ്ബർ ബാൻഡ് ഇട്ട് നന്നായി ടൈറ്റ് ചെയ്ത് വെക്കുക. എന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഹ്യൂമിഡിറ്റി ഇതിൽ നിലനിർത്താൻ സാധിക്കും നമുക്ക്. അങ്ങനെ ഇതിലുള്ള ഒരു മോയ്സ്ചറും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയും നിലനിർത്തി കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിലേക്ക് ഇതിൻ്റെ വേരുകൾ ഇറങ്ങി കഴിയുമ്പോൾ മുകളിൽ തളിരിലയും വന്നു തുടങ്ങും. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പോളിത്തീൻ ബാഗ്, അതായത് ഉള്ളിലേക്ക് വെളിച്ചം കടക്കാവുന്ന ഒരു പോളിത്തീൻ ബാഗിലേക്ക് ഇതുപോലെ ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം മുകൾ ഭാഗത്ത് നന്നായി റബ്ബർ ബാൻഡ് ഇട്ട് അതിനുശേഷം നല്ല തണലുള്ള ഭാഗത്തേക്ക് ഈ ബാഗുകൾ മാറ്റി വെക്കുക. എനിക്കിതുപോലെ ഒരു 20-ലധികം തൈകൾ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ലെയർ ചെയ്തെടുത്തിട്ട്, അതായത് നന്നായി കായ്ക്കുകയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കായകൾ പിടിക്കുന്നതായ ഒരു അവക്കാഡോയിൽ നിന്നാണ് ഞാൻ ഈ ലെയർ ചെയ്തെടുത്തത്. ഈ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിൽ പൂവും ഒക്കെ വന്ന സമയത്താണ് കട്ട് ചെയ്തെടുത്തത്. ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് പോളിത്തീൻ ബാഗിലാക്കി വെച്ചത് നമുക്ക് നല്ല തണലുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇത് തുറന്ന് അതിലൊരു നനവില്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് ഒരു നനവ് നിലനിർത്തുക. എന്നാൽ ഇതുപോലെ നല്ല തൈകൾ നമുക്ക് ഉണ്ടായി കിട്ടും. ഒരു കൊല്ലം കൊണ്ട് തന്നെ കായ്ക്കുന്ന രീതിയിലാണ് ഈ തൈകളെല്ലാം നമുക്ക് കിട്ടുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ.